Students, in the last section we have seen what are the different types of voids present in the case of closed packed structure. There are mainly two types of voids are there. First one is tetrahedral and the other one is octahedral. And tetrahedral voids are mainly present in the case of hexagonal closed packed structure, and octahedrals are present in the case of a cubic closed packed structure. Okay. Today we are going to discuss about how to find the size of tetrahedral voids. Today we are going to consider the size of tetrahedral voids, which means that the radius of the big sphere, or the radius of B atoms. Actually atoms are in a spherical shape, so the radius of the atom or a diameter of the atom, we want to find that one. Okay, then this is a radius of the largest sphere that can be fit inside the void without displacing the sphere at the corner, defining the voids. Okay, this one is a basic level, basic arrangement of atoms. Okay, this is a B hexagonal HCP structure. A atoms are arranged, and this one is also this one is voids present. So this one is a hexagonal closed packed structure. Okay, in this case the top of the three atoms, or the space occupied here, and an atoms present in this case, that is a B atom. Okay, നമുക്കറിയാം ഇതാണ് ഇങ്ങനെ റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഒക്യുപ്പൈഡ് സ്പേസിൽ അടുത്ത് എ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അടുത്ത് എ അറേഞ്ച് ചെയ്തിരിക്കും. ഇങ്ങനെയാണ്. ഇതിന് മുകളിൽ മൂന്നെണ്ണത്തിൻ്റെയും ആറ്റത്തിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്. അവിടെ എന്താണ് ബി ആറ്റംസ് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനാണ് ആ ഒരു ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ആ വോയിഡ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെട്രാഹെഡ്രൽ വോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ റേഡിയസ് ആയിട്ട് ഡയമീറ്റർ ആയിട്ട് എടുത്തിരിക്കുന്നത് 2r ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ഹിയർ r ഈസ് ദ റേഡിയസ് ഓഫ് ദ സ്പിയർ. എല്ലാ സ്പിയറിൻ്റെ എ എന്ന് പറയുന്ന ആറ്റത്തിൻ്റെ എല്ലാ എ ആറ്റത്തിൻ്റെ റേഡിയസ് ഈസ് ആസ് r. നമ്മൾ ടേക്കൺ ആസ് r. നമ്മൾ r ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വേറെ ഒരു ആറ്റം വെച്ചിരിക്കുകയാണ്. അപ്പോൾ കൺസിഡർ ദ ട്രയാങ്കിൾ. നമ്മളൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഇതാണ് എ ബി സി. ഇതാണ് നമ്മൾ ഈ കാണുന്ന ഈ ബേസിക്കാണ്, ഈ ബേസിക് പോർഷനാണ് ഈ എ ബി സി എന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട്, ഇതിൻ്റെ മുകളിൽ ഹൈറ്റ് നമുക്കിത് 2 ഡയമെൻഷൻ ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, ഇതിൻ്റെ ടോപ്പായിട്ട് നമുക്കൊരു ആറ്റം വെക്കാം, ദാറ്റ് ഈസ് നോൺ ആസ് ഡി. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അൺഒക്യുപ്പൈഡ്, ഇവിടെയാണ് ഈ വോയിഡ് സ്പേസിലാണ് ടെട്രാ വോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ടെട്രാ വോയിഡിൻ്റെ കേസിൽ അതിൻ്റെ റേഡിയസ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടതുണ്ട്. ബിഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബേസിക് ആയിട്ട്, അതായത് ഈ ഒരു സ്പേസിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് എന്തുമാത്രം ഹൈറ്റ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഡി ടി എന്ന് പറയുന്ന പോർഷനായിരിക്കും ഈ ഒരു സ്ഫിയറിൻ്റെ കേസിൽ. ഇവിടെ ഒരു ഡി ടി എന്ന് പറഞ്ഞെടുക്കുകയാണ്. ആ സ്ഫിയറിൻ്റെ കേസിൽ റേഡിയസ് എന്ന് പറയാൻ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള എ ആറ്റംസിൻ്റെ ആ ഒരു ട്രൈഗണൽ ഷേപ്പ് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണ്. അതിൻ്റെ എഡ്ജ് ഓഫ് ദ ടെട്രാഹെഡ്, അതിൻ്റെ ഇതെന്ന് പറയുന്നത് 2r ആണ്. 2r ആണ് അതിൻ്റെ ഒരു ടോട്ടൽ ഡയമീറ്റർ വരുന്നത്, 2r വരും. അപ്പോൾ ഇതിൻ്റെ പോർഷനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, പി എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായിരിക്കും, അതിൻ്റെ റേഡിയസ് ഈസ് r. ഓക്കെ, അതിൻ്റെ ഡിസ്റ്റൻസ് ഈസ് r. ദെൻ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് എ പി? we can find the height of AP by using നമുക്കറിയാം പൈതഗോറൻസ് തിയറം. ദെൻ height AP equal to, so consider the triangle ABC, then AP equal to AC square minus PC square. Okay, the all raised to 1/2. AP equal to,
Then substitute the value. We obtain the value AP equal to 2r whole square minus r square all raised to 1 by 2 equal to root 3r. Okay. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ പി എന്താണെന്ന് നമുക്ക് മനസ്സിലായി. എ പി വാട്ട് ഈസ് ആക്ച്വലി എ പി എന്ന് പറഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു നമ്മളൊരു ഇത് വരച്ചിട്ടേ ഉള്ളൂ. അതെന്ന് പറയുന്നത് വെറുതെ നമുക്കൊരു കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ്. എ പി നമ്മളവിടെ കണ്ടുപിടിച്ചു. എന്താണ് കിട്ടിയത്? root 3r എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ എ പിനെ 2:1 എന്ന പോർഷനിൽ നമ്മളങ്ങ് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എ ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്യുകയാണ്. അതിനെ ഹാഫ് ആയിട്ടല്ല 2:1. അപ്പോൾ ഇത്രയും എ ക്യൂ വരെ 2 1 അത് കഴിഞ്ഞ് 1/3 2/3 ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദിസ് വൺ ഈസ് എ ക്യൂ ഈസ് 2/3. ഓക്കെ. ദെൻ എ പി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2:1 എന്ന റേഷ്യോ നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ദെൻ എ ക്യൂ ഈക്വൽ ടു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ ക്യൂ? എ ക്യൂ ഈക്വൽ ടു 2/3 AP. Okay, that is equal to 2/3 into what is the value of AP? root 3r. Substitute ചെയ്യുന്നു. 2/3 root 3r. That is equal to 2/root 3r. Okay, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഇതാണ് എ ക്യൂവിൻ്റെ വാല്യൂ. അപ്പോൾ 2/3 root 3r എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇപ്പം നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? എ ക്യൂവിൻ്റെ വാല്യൂ കിട്ടി. എ ക്യൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ മാത്രം എടുക്കുക. ഞാൻ ഇതിനെ നേരെ താഴോട്ട് പെർപെൻഡിക്കുലർ വരച്ചു. എന്നിട്ട് അതിനെ എയുമായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ട്രയാങ്കിൾ മാത്രം. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയേക്കുന്ന നിലവിലിരിക്കുന്ന ട്രയാങ്കിൾ DQA. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തൊക്കെ കിട്ടി? DA എപ്പോഴും മാറിയൊന്നുമില്ല, 2r തന്നെ. AQ നമ്മൾ കണ്ടുപിടിച്ചു 2/root 3r. Then we can find the value of DQ. Okay, so the height of tetragon DQ equal to, what is the value of DQ? DQ equal to AD square minus AQ square all raised to 1/2. Okay, then that is equal to 4r square minus 4/3r square all raised to 1/2 equal to 8r square divided by 3 all raised to 1/2. That is equal to 2 root 2 divided by root 3 into r. Okay, then the height of the tetragon. അപ്പോൾ നമ്മൾ ടെട്രാഗണിൻ്റെ കേസിൽ DQ വരെ നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ എന്താ DQ എന്ന് പറയുന്നത്? DQ ആണ്. ഇനി DQ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി T എന്ന് പറയുന്നതിനെ ഞാൻ ടെട്രാഗണിൻ്റെ ഹൈറ്റിനെ DT ആയിട്ട്, ഇപ്പോൾ DQ എന്ന് പറയുന്നത് മൊത്തം ഹൈറ്റ് അല്ല, ഇത് നമുക്ക് ഇവിടം വരെ ഉള്ളത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ഇപ്പം നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിനെ ഞാൻ വീണ്ടും ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബേസിക്കിന് എങ്ങനെയാണ് 2:1 എന്ന് പറഞ്ഞ റേഷ്യോയിലാണെങ്കിൽ ഇതിനെ ഞാൻ 3:1 എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ പോയിന്റിനെ T ആയിട്ട് നമ്മൾ T കൊണ്ട് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നു. ഓക്കെ. ദെൻ DT ഈക്വൽ ടു 3/4 DQ. Okay, D3 equal to DT equal to 3/4 DQ equal to 3/4 into 2 root 2 divided by root 3r equal to root 3 divided by root 2 into r. അപ്പോൾ നമ്മൾ എന്താ കിട്ടിയത്? നമുക്ക് എവിടെയാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഒന്നും കൂടി ഞാൻ പറയാം. നമ്മൾ ആദ്യം എന്താ ചെയ്തത്? ഈ സ്ഫിയറിനെ നമ്മൾ കൺസിഡർ ചെയ്ത് 3 ഇങ്ങനെ എ അറേഞ്ച്മെൻറ്റ്, അതിനെയാണ് നമ്മൾ ഈ ഒരു രീതിയിലെടുത്ത് അതിൻ്റെ നമ്മൾ പെർപെൻഡിക്കുലർ കണ്ടുപിടിച്ചു. അതിൻ്റെ ഒരു ഡിവിഷൻ നമ്മൾ Q എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തു. അപ്പം നമുക്ക് 2:1 ഇതിൻ്റെ മൊത്തത്തിൽ നമുക്കങ്ങനെ മൊത്തം അറേഞ്ച് ചെയ്തിരിക്കാൻ പറ്റുന്നു അല്ലേ? ഈ ഒരു ഷേപ്പാണ്, പിരമിഡൽ ഷേപ്പ് പോലെ ഇരിക്കും അല്ലേ? ടെട്രാഗണൽ ഷേപ്പ് കിട്ടും. അപ്പം നമുക്ക് ഇതിൻ്റെ ഈ ക്യൂവിനെ നമ്മൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിനകത്ത് നമുക്ക് ക്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി 2:1 എന്ന റേഷ്യോയിൽ ഇപ്പം DQ കിട്ടി, AQ കിട്ടി. AQ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് AQ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊണ്ടുവന്ന് DQ കണ്ടുപിടിക്കണം. DQ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ നമുക്ക് DQ എന്ന് പറയുന്ന ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ബിഫോർ ദാറ്റ് നമ്മൾ ഈ DQവിനകത്ത് ഇതിൻ്റെ ഏകദേശം ഒരു
3:1 എന്ന റേഷ്യോയിൽ നമ്മൾ ഇവിടെയാണ് നമുക്ക് വോയിഡ് നമ്മുടെ ഈ ഒരു സ്പിയറിൻ്റെ സെൻറ്റർ ഇരിക്കുന്നത്. അതാണ് ടി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഡി ടി. ഓക്കെ, അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? 4 3:1 ആയിട്ട് 4നെ നമ്മൾ 3/4 റേഷ്യോയും അല്ലേ, ഇത്രയും ടി ഇരിക്കുന്ന 3/4ലും 1/4ലും ഒക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ നമുക്ക് എന്തായിരിക്കും? അപ്പോൾ ഡി ടി ഈക്വൽ ടു √3 ഡിവൈഡ് ബൈ √2 നമുക്ക് കിട്ടി. ദെൻ the largest sphere that can be fit in the void will have a radius RT such that, അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് RT ആണ് അല്ലേ. അപ്പോൾ RT പ്ലസ് R, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് RT? അപ്പോൾ നമുക്ക് ഇത് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ലാർജസ്റ്റ് സ്പിയർ RT അല്ലേ, RT എന്ന് പറയുന്നത് ലാർജസ്റ്റ് സ്പിയറിൻ്റെ റേഡിയസ് ആണ് അല്ലേ. RT പ്ലസ് R, ഇവിടെ ഒരു R ഇരിപ്പുണ്ട് അല്ലേ. RT പ്ലസ് R ഈക്വൽ ടു, അതാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് കിട്ടിയേക്കുന്ന ഈ റിസൾട്ട് എന്ന് പറയുന്നത്. RT പ്ലസ് R ഈക്വൽ ടു ഡി ടി. ഓക്കെ, ഡി ടി ഈക്വൽ ടു RT പ്ലസ് R അല്ലേ. അതിൻ്റെ കേസിൽ R എന്ന് നമുക്ക് കിട്ടി. സോ ഡി ടി ഈക്വൽ ടു RT പ്ലസ് R, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡ് ബൈ √2R. സോ RT ഈക്വൽ ടു √3 by √2R minus R, which is equal to 0.225R. ഓക്കെ, അപ്പം നമുക്ക് മനസ്സിലായി ഇതിൻ്റെ കേസിൽ. ഇപ്പോൾ ഡി ടി നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിന് തൊട്ടടുത്ത് എന്തുണ്ട്? അടുത്ത എ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് അതിൻ്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് RT plus R equal to dt equal to √3 by √2R. RT equal to √3 divided by √2R minus R equal to 0.225R. We can fit the void without disturbing the surrounding sphere. Will at most have 22.5% of the radius of the outer sphere. That is defined as defining the voids. This is what we mean the phrase size of tetrahedral voids. Okay, അപ്പോൾ ഇതിനാണ് നമ്മൾ phrase size of, അപ്പോൾ ഏകദേശം 22.5% റേഡിയസ് ഔട്ടർ സ്പിയറിനേക്കാളും അല്ലേ, അതിനേക്കാളും വലുതാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനേക്കാൾ 22.5% കൂടിയ ഒരു ആറ്റത്തെ കൊണ്ടുവന്ന് വോയിഡ്സിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ സൈസ് ഓർ ദ ഡയമീറ്റർ ഓഫ് ദ റേഡിയസ് ഓഫ് ദ, ഈ ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 0.225 R എടുത്താൽ മതി. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വോയിഡ്സ് ആണ് നമുക്ക് ടെട്രാഹെഡ്രൽ വോയിഡ്സിൽ നമുക്ക് ആവശ്യം. സോ ദിസ് വൺ ഈസ് ദ phrase size of the tetrahedral voids. Okay, this one is the size of the tetrahedral voids. Next we will find the size of octahedral voids in the next class. Okay, thank you.